सोनिक पर पहली बार देखिए द लेजेंड ऑफ हनुमान हर रोज शाम 7 बजे सोनिक पर। Watch full episodes on Jio Hotstar. ബ്രോ എനിക്കൊരു സംശയം, നമുക്ക് ആ ഡൈനോസിനെ പിടിക്കാൻ പറ്റുമല്ലേ? പഠിക്കാൻ പറഞ്ഞു വിട്ടപ്പോ അവിടെ കറങ്ങി നടന്നതിന്റെ കുഴപ്പമായത്. ആ ഡൈനോസ് ഒന്ന് കയ്യിൽ കിട്ടിക്കോട്ടെ. Alert boys, എല്ലാവരും മൈതാനത്ത്. ഇനിയും വലിക്ക. നിങ്ങൾ എല്ലാവരും എന്താണ് കാണിക്കുന്നത്? മര്യാദയ്ക്ക് ഇതെല്ലാം നിർത്ത്. നിങ്ങൾ അതിനെ പിടിക്കാൻ പാടില്ല. ഇതൊക്കെ ഞങ്ങളുടെ ടൈം മെഷീൻ കാരണമാണ് ഇവിടെ എത്തിയത്. അതുകൊണ്ട് തന്നെ ഇവറ്റകളെ ടൈം മെഷീൻ ഉപയോഗിച്ച് തന്നെ പറഞ്ഞു വിടണം. നിങ്ങൾ ഇതിനെ പിടിക്കാൻ പാടില്ല. നിങ്ങളെ പോലെ തന്നെ ഇതിനും ഈ ഭൂമിയിൽ ജീവിക്കാൻ അവകാശമുണ്ട്. റബീഷ്, അറ്റാക്ക്! കാണിച്ചു തരാം. നല്ല തണുത്ത ഇളനീർ വരട്ടെ. എങ്ങോട്ട് പോവാനാ? ഇത് പിടിക്കുക. അവരെത്തിക്കൊണ്ടിരിക്കുക. പെട്ടെന്ന് ഫ്ലൈയിങ് ഹെൽമെറ്റ് ധരിക്കുക. എന്താ നിങ്ങളുടെ പ്രശ്നം? എത്ര ബുദ്ധിമുട്ടിയിട്ട് അവരെ പിടിച്ചത്? ടൈം ഈസ് മണി. എന്റെ കോടിക്കണക്കിന് രൂപയാ എനിക്ക് നഷ്ടമായത്. കോടിക്കണക്കിന്. ബ്രോ, ഇവരോട് ചോദിക്കേ ഇവരെങ്ങനെയാണ് അവന്മാരെ തല്ലിയത് എന്ന്. ചോദിക്കേ. ഓ, നിങ്ങൾ എങ്ങനെയാണ് എന്റെ പിള്ളേരെ തല്ലിയത്? ഓക്കേ, ഇത്രയും കൊതിച്ച് ചോദിക്കുമല്ലോ. അപ്പം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരണ്ടേ? ഇതുപോലെ.
ഇനി എങ്ങാനും അവറ്റകളുള്ള ഭാഗത്തേക്ക് നിങ്ങൾ നോക്കിയാൽ നിങ്ങളുടെ അടിയന്തരം ഞാൻ നടത്തേണ്ടി വരും. മറക്കണ്ട. വരൂ. ടൈം ഈസ് മണി. എന്റെ ടൈം മുഴുവൻ നീ നശിപ്പിച്ചു. എനിക്ക് അവന്മാരുടെ ടൈം മെഷീൻ വേണം. ഓപ്പടി, എനിക്ക് ആ ടൈം മെഷീൻ കിട്ടിയാലുണ്ടല്ലോ എത്ര വേണമെങ്കിലും ഡൈനോസ് ഞാൻ പിടിച്ചു തരാം. അങ്ങനെ നമ്മൾക്ക് കോടീശ്വരനാകാൻ പറ്റും. ബ്രോ, ഒന്നുകൊണ്ടും വിഷമിക്കണ്ട. അവരുടെ ടൈം മെഷീൻ എങ്ങനെ കടത്തണം എന്നുള്ള കാര്യം എനിക്കറിയാം. ബോയ്സ്, കം ഓൺ, ജസ്റ്റ് ഫോളോ മീ. സ്റ്റോപ്പ് ഇൻ ദ നെയിം ഓഫ് ലോ. ഇന്ത്യ നിയമമാണ് സത്യം, ഭാരതമാതാവാണ് സത്യം. ഞാൻ ഉറങ്ങാൻ പോവാ. ഓയ് മോട്ടു, എന്റെ ചങ്ക, എന്റെ ബ്രോ, അവരൊക്കെ ആരാ? എന്താ ഇവിടെ ചെയ്യുന്നത്? ആരാണെന്ന്, പക്ഷേ അവരൊക്കെ അകത്ത് വന്ന് എന്തോ അന്വേഷിക്കായിരുന്നു. നോക്ക് ബ്രോ, ഞാൻ ടൈം മെഷീൻ കൊണ്ടുവന്നു. സ്മാർട്ട് ബോയ്, വേഗം തുറന്ന് കാണിക്കേ. നൗ ടൈം ഈസ് മണി. ആലേലും വിദ്യാഭ്യാസം ഇല്ലാത്ത നിനക്കൊക്കെ എങ്ങനെയാ ടൈം മെഷീനെ കുറിച്ച് അറിയാ? എല്ലാം ആക്രിയാണല്ലോടാ കൊണ്ടുവന്നിരിക്കുന്നത്. അല്ല ബ്രോ, ഇത് വർക്ക് ചെയ്യുന്നുണ്ടല്ലോ, ഇതിന് ഒരു കുഴപ്പമില്ല. എന്നെയൊക്കെ പറഞ്ഞിട്ട് എന്താടാ കാര്യം? ബോസ്, ആ തടിയൻ ചെറുക്കൻ നമ്മളെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. നമുക്ക് വേണ്ടി അവൻ പോരാടുന്നുണ്ട്. അതെ അതെ ഡൈനോ പാഷ, അവനും അവന്റെ കൂട്ടുകാരും നമുക്ക് വേണ്ടി ഒരുപാട് പോരാടിയതാ. അതെ അതെ, അവന്മാര് നല്ലവന്മാരാ. അവൻ നമ്മളെ രക്ഷപ്പെടുത്താനല്ല, പക്ഷെ നമ്മളെ കീഴടക്കാനാ അവന്മാര് വഴക്കുണ്ടാക്കണേ. പക്ഷേ ബോസ്, ഞാൻ പറയുന്നത് കേൾക്ക്. അവന്മാര് നമ്മളെ ബുദ്ധി ഉപയോഗിച്ചാണ് പിടിച്ചെടുത്തിരിക്കുന്നത്. നമ്മളും ബുദ്ധി ഉപയോഗിക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. എന്റെ കയ്യിൽ ഇപ്പൊ ഒരു പ്ലാൻ ഉണ്ട്, കേക്ക്. കം ഫോളോ മീ. വന്നു കഴിഞ്ഞു. ഡൈനോസേഴ്സ് അടുത്ത് തന്നെയുണ്ട്, പോകാം. മോട്ടു കേട്ടില്ലേ? ആ ഡൈനോസോഴ്സ് ഒക്കെ ഇവിടെ അടുത്തെവിടെ ഉണ്ടെന്നാ എനിക്ക് തോന്നുന്നത്. മോട്ടു, അവനാണ് സ്കല്ല്. അവൻ ആ ഡൈനോസോഴ്സിന്റെ പുറകെ പോയിക്കൊണ്ടിരിക്കുക. വിട്, പിന്നാലെ വിട്, വേഗം. എന്റെ സുഹൃത്ത് എന്തിനാ ഇങ്ങനെ പുറകിൽ വരുന്നത്? തിരിച്ചു പോയിക്കോ. മുമ്പേ നടന്ന കാര്യങ്ങളൊക്കെ നീ മറന്നുപോയോ? ഞാൻ തന്നോട് എന്താ കാണിച്ചതെന്ന്? ഓക്കെ, സമ്മതിച്ചു. നീ ജയിച്ചു, ഞാൻ തോറ്റു. ഇപ്പോൾ നമ്മൾ ഫ്രണ്ട്സ് ആണ്. രാത്രി ഡിന്നറിന് വരാം. ആഹാരം നന്നായി പാചകം ചെയ്തു വെക്കേ. അതെ അതെ സുഹൃത്തെ, അതെ. നിനക്ക് നല്ലൊരു സദ്യ തന്നെ ഒരുക്കി തരാം സുഹൃത്തെ. അപ്പൊ പറഞ്ഞ പോലെ രാത്രി 8 മണിക്ക്. ഐ മീൻസ് മണി. ഉറപ്പ്. ബൈ ബൈ കൂട്ടുകാരാ. എന്റെ മോട്ടു, നീ എവിടേക്കായി പോകുന്നേ? പത്ലു, അവര് രാത്രി ഡിന്നറിന് വരുന്നതല്ലേ? രാത്രി നമ്മൾ നല്ല ഭക്ഷണമൊക്കെ ഉണ്ടാക്കി അവരുടെ കൂടെ ഒരുമിച്ച് കഴിച്ചൂടെ? എന്റെ മോട്ടു നിന്നെ വിഡ്ഢിയാക്കിയിരിക്കുക. അവരൊരിക്കലും വരാൻ പോകുന്നില്ല. എന്റെ പത്ലു, അത് ഞാൻ ആലോചിച്ചില്ലല്ലോ. ഇനി യു ടേൺ എവിടെ ചെന്ന് എടുക്കാനാ? യു ടേൺ അതിന് ഇനി ഒരുപാട് ദൂരം പോണല്ലോ. അതെന്താ അറിയോ, മനുഷ്യരെ ഇങ്ങനെ ബുദ്ധിമുട്ടിക്കുന്ന എനിക്ക് ഇടത്തെ കയ്യിന്റെ കളിയാ. ആ ഡൈനോസർ അടുത്ത് തന്നെയുണ്ട്. എല്ലാവരും തയ്യാറായിക്കോ. ബി അലർട്ട്, ഐ സേ.
ഒരു മിനിറ്റ്, ഞാൻ പറയുമ്പോൾ ആക്ഷൻ ചെയ്താൽ മതി. ഓക്കേ ബോസ്. ഇതാണ് തലച്ചോറ് ശരിക്കും ഉപയോഗിച്ചാലുള്ള ഗുണം. ഓ, ഇവൻ ഭയങ്കരനാണല്ലോ. എതിർഭാഗത്ത് നിന്ന് അറ്റാക്ക് ചെയ്തിരിക്കുന്നു. ബോയ്സ്, വേഗം തയ്യാറായിക്കോ. വേഗം കേറാൻ. കൊള്ളാം കൊള്ളാം കൊള്ളാം, എത്ര നല്ല കാര്യമാണ് ചെയ്തത്. കൊള്ളാം എന്റെ പൊന്നു ചേട്ടാ. നിങ്ങൾ വേണേ ഞങ്ങളെ പറ്റിക്കാം, പക്ഷേ അതുങ്ങളെ പറ്റിക്കാൻ പറ്റിയില്ലല്ലോ നിങ്ങക്ക്. കലക്കി, അത് കലക്കി. ഇത്രയും വലിയ ഡൈനോസിനെ ഒന്നും പ്ലെയിനിൽ കൊണ്ടുപോകാനും പറ്റില്ലല്ലോ. ഷിപ്പിലേ കൊണ്ടുപോകാൻ പറ്റുള്ളൂ. പോകാം, ഡോക്ക് യാർഡിലേക്ക് പോകാം. മോട്ടു, ഇത് കണ്ടോ? ഡോക്ടർ ജഡ്ക നിനക്ക് വേണ്ടി സമൂസ കൊണ്ടുവന്നിരിക്കുക. സമൂസ കഴിക്ക മോട്ടു. മോട്ടു, ഇന്ത്യ നിയമമാണ് സത്യം, ഭാരതമാതാവാണ് സത്യം. താൻ ഇപ്പൊ തന്നെ എണീറ്റ് ഈ ചൂട് സമോസ കഴിച്ചേ പറ്റൂ. എനിക്ക് മോട്ടു. നല്ല മണം. സമൂസ. എന്റെ മോട്ടു സുഹൃത്തെ, നീ ഈ ചൂടുള്ള സമൂസ കഴിക്കുന്നത് കാണാൻ എന്തൊരു രസാന്ന് അറിയോ? മോട്ടു, നമ്മുടെ മോട്ടു എണീറ്റു. മോട്ടു സുഖം പ്രാപിച്ചിരിക്കുന്നു. ബല്ലേ ബല്ലേ, ഓടിച്ചെടുത്തല്ല മോട്ടു. എന്റെ 20 കൊല്ലത്തെ അനുഭവത്തിൽ ഞാൻ ഇതുവരെ അങ്ങനെ പേടിച്ചിട്ടേ തന്നെയാ. എന്റെ അമ്മോ മോട്ടു, ഇന്ത്യ നിയമമാണ് സത്യം. നീ ഇത്രയും നേരം ഞങ്ങൾക്ക് എത്ര ടെൻഷനാണ് തന്നെന്ന് അറിയോ? ചേട്ടാ, നമ്മുടെ ഡൈനോസർ ചേട്ടന്മാരൊക്കെ എവിടെ പോയി? ഓയ് മോട്ടു, എന്റെ ചങ്ക, എന്റെ ബ്രോ, അവരതിനെ കെട്ടിയിട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാ. നമുക്കതിനെ അവരൊക്കെ എങ്ങോട്ടാ കൊണ്ടുപോകുന്നത് നോക്കാം. ഓ എന്റെ ചങ്കുകളെ, എന്റെ സഹോദരന്മാരെ, അവര് ഡോക്ക് യാർഡിലേക്കാണ് പോകുന്നതെന്ന് തോന്നുന്നു. എന്താ? ഒരുപാടായി. ഇനി നിനക്ക് രക്ഷപ്പെടാൻ പറ്റില്ല. ഏയ്, അവൻ തല്ലാൻ തുടങ്ങുക. നോക്കിയും കണ്ടും ഒക്കെ നിന്നോണം കേട്ടോ. പറഞ്ഞില്ലാന്ന് വേണ്ട, നമ്മുടെ എല്ല് നമുക്ക് മുഖ്യമല്ലേ. ഇവന്മാരൊക്കെ ആരാ? എന്തിനാ എന്റെ പുറകിന്ന് മാറാത്തത്? ആ ഡൈനോസറും പിന്നെ ആ ടൈം മെഷീനും തരൂ. മതി. അതൊരിക്കലും കിട്ടാൻ പോകുന്നില്ല. പക്ഷെ ഇത് കിട്ടും. ബോയ്സ്, അറ്റാക്ക്! എന്റെ അമ്മോ, അവന്മാരെ അടിക്കേ. എല്ലാരും അകത്തിട്ട് പാട്ട് പാടിക്കോ. മെല്ലെ മെല്ലെ, മെല്ലെ മെല്ലെ. ദേ കാക്ക ഓടിക്കോ.
എവിടെയാടാ ഓടി രക്ഷപ്പെട്ടെ? നിക്കടാ, 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 ഓടിക്കടാ, നിക്കടാ. ഒരുപാട് ഓടി തളർന്നല്ലേ, ഇനി കുറച്ചേരം റെസ്റ്റ് എടുക്ക്. നിർത്ത നീ ഫൈറ്റ് ചെയ്ത് ക്ഷീണിച്ചിരിക്കുന്നു. അവിടെ ചെന്ന് ജ്യൂസ് കുടിച്ചോ. ദേ ചെല്ലേ. കലക്കി. Hey, come on. എന്താ ഇത്? ഇവന്മാർ നിങ്ങളെ അടിക്കുകയാണല്ലോ. നിങ്ങൾ ട്രെയിൻഡ് കമാൻഡോസ് അല്ലേ? കമോൺ ഫൈറ്റ്. എടോ, അവരോട് എന്തിനാണോ താൻ ഫൈറ്റ് എന്ന് പറയുന്നത്? നീ എന്തെങ്കിലും നിന്റെ അനിയന് കാണിച്ചു കൊടുത്തിട്ടുണ്ടോ ഈ സൗത്ത് ആഫ്രിക്ക എങ്ങനെയുണ്ടെന്ന്? ഇല്ല മോട്ടുബായ്, എനിക്ക് ഒരിക്കലും കാണിച്ചു തന്നിട്ടില്ല. ബ്രോ പറയാ വിമാന ടിക്കറ്റ് കോസ്റ്റ്ലിയാണ്. മോട്ടു, ഇതാ സമൂസ കഴിക്ക്, എന്നിട്ട് ഇവരെ ഇവരുടെ വീട്ടിലേക്ക് പറഞ്ഞയക്ക്. വരൂ. ബ്രോ, ടിക്കറ്റ് ഇല്ല യാത്ര വേണമെങ്കിലേ മോട്ടോനോട് പറഞ്ഞാ മതി. ഓപ്പടി, അവന്റെ കാര്യം ഇനി മിണ്ടല്ലേ. എന്റെ എല്ലാ ശ്രമങ്ങളുടെയും മേലിൽ വെള്ളമൊഴിച്ചു. സോറി മോട്ടു, ഞാൻ നിങ്ങളെ തെറ്റിദ്ധരിച്ചു. ഞങ്ങളെ സഹായിച്ചതിന് വളരെ നന്ദി. സോറി ശരിക്കും ഞങ്ങളാണ് പറയേണ്ടത്. കാരണം ഞങ്ങളുടെയൊക്കെ തെറ്റ് കാരണമല്ലേ നിങ്ങൾക്ക് ഇത്രയും ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടി വന്നത്. സോറി. അതെ ഡൈനോ ഭാഷ, ഞങ്ങളുടെ തെറ്റുകൊണ്ട് അറിയാതെ നിങ്ങളെ ഇങ്ങോട്ട് കൊണ്ടുപോകുന്നതാ. ഇപ്പൊ ഞങ്ങൾ നിങ്ങളുടെ ലോകത്തേക്ക് നിങ്ങളെ തിരിച്ചു പറഞ്ഞയച്ചിട്ട് ഞങ്ങൾ ചെയ്ത തെറ്റ് തിരുത്താൻ പോവുകയാണ്. Thank you, മോട്ടു. നീ നിന്റെ ജീവൻ ബലികഴിച്ചാ ഞങ്ങളെ സഹായിച്ചത്. എന്നെങ്കിലും ഞങ്ങളെ കാണാൻ വീണ്ടും വരണേ. ഞങ്ങള് നിന്നെ ഒരുപാട് മിസ് ചെയ്യും. താങ്ക് യു മോട്ടു. അബ്ബാ ജബ്ബാ ഡബ്ബാ എവിടെയാ? നിങ്ങളുടെ ഇവിടുത്തെ ഈ തണുത്ത ഹൽവ ഞങ്ങൾ കൊണ്ടുപോവുക. എല്ലാ ഡൈനോസോഴ്സും എത്തിക്കഴിഞ്ഞു. ഓയ് മോട്ടു, എന്റെ ചങ്ക, എന്റെ ബ്രോ, ടൈം മെഷീൻ ഓൺ ആയിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് അവരെ അതിനകത്തേക്ക് കയറ്റിവിട, അല്ലെങ്കിൽ എന്തെങ്കിലും പുതിയ പ്രശ്നങ്ങൾ ഉണ്ടാകും. മോട്ടു ഡൈനോ ഭാഷ കുടുങ്ങിയിരിക്കുക. നോ പ്രോബ്ലം, ഞാൻ ഇപ്പൊ തന്നെ ശരിയാക്കി തരാം. മോട്ടു വേണ്ട.
താങ്ക് യു കൂട്ടുകാരാ. അപ്പൊ എല്ലാം ശുഭം കൂട്ടുകാരെ. എന്തായാലും നന്നായി ടൈം മെഷീൻ പൊട്ടിപ്പോയത്. ഇല്ലെങ്കിൽ എനിക്ക് വീണ്ടും അങ്ങോട്ട് പോണെന്ന് തോന്നിയാലോ? Watch India's largest kids library only on Jio Hotstar. Download the app now.